വിഷമിക്കരുത്. സുധിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവൻ ആഗ്രഹിച്ചത് നിന്നെ ആയിരുന്നില്ലല്ലോ. അതിലൊന്നും എനിക്ക് സുധിയോട് ദേഷ്യവും സങ്കടവും ഒന്നുമില്ല അച്ഛമ്മ. പക്ഷെ ചേച്ചി, അവൾക്ക് എങ്ങനെ സുധിയെ ചതിക്കാൻ തോന്നി? എത്ര ആലോചിച്ചിട്ടും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദിവ്യ അതിനപ്പുറവും ചെയ്യും. അവളെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. സുധിയെ വിധിച്ചിട്ടുള്ളത് നിനക്കാ. അതാ ഈശ്വര നിയോഗം. അതുകൊണ്ട് തൽക്കാലത്ത് ഈ സങ്കടങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. അച്ചമ്മയല്ലേ പറയുന്നത്? അത് സാരമില്ല മോനെ. നിന്റെ ഭാര്യയുടെ വീടല്ലേ അത്? ഞാൻ പറയുന്നത് ഒരു 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാ മതിയെന്നാ. ഓ, എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്. അതെ മോനെ, ആ വീട്ടിലുള്ളവരൊക്കെ പാവങ്ങളാ. ആ അമ്മയെ അച്ഛമ്മയെ ഒന്നും ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്. ആ ശരി ശരി, നാളെ രാവിലെ മടങ്ങിക്കോ. ആ എന്താച്ചാ, സുധിയും പെണ്ണും ഇന്ന് വരില്ല എന്നാണോ പറയുന്നത്? അതെ. എന്ത് കാര്യത്തിനാണോ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വേഗം വരാൻ പറയേ. എന്താ അത്യാവശ്യം? ഇവിടെ എന്തെങ്കിലും അത്യാപത്ത് സംഭവിച്ചോ? ആരെങ്കിലും മരണപ്പെട്ടോ? അച്ഛൻ കോമഡി പറയാതെ പെട്ടെന്ന് അവരോട് തിരിച്ചു വരാൻ പറയേ. അവനെ ചന്തയിൽ നിന്ന് നാരങ്ങ വാങ്ങാൻ പോയതല്ല, ഭാര്യ വീട്ടില് വിവാഹശേഷം ആദ്യമായിട്ട് പോകുന്നതാണ്. അവൻ എങ്ങനെയാ അച്ഛാ അവിടെ കഴിയുന്നേ? ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അവന്? കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിലേ നിന്നുറങ്ങിക്കോളും. നീ അവന്റെ ബുദ്ധിമുട്ട് ആലോചിച്ച് വേവലാതിപ്പെടണ്ട. ഭക്ഷണം വിളമ്പി വെക്കാൻ പറ നിന്റെ അമ്മയോട്. ആ രാധികെ, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അവൻ ഇന്ന് തന്നെ തിരിച്ചു വരുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഓ, അപ്പൊ നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലായില്ലേ? സുധി കൊച്ചുകുട്ടിയല്ല. വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ നിൽക്കുന്നത് ഒരു മഹാ അപരാധമൊന്നുമല്ല. നമ്മൾ ഇത്രയങ്ങ് ചീപ്പാവാൻ പാടില്ല അച്ഛാ. മനസ്സിലായില്ല? ഒരു ദിവസം ആയാലും അവൻ ഭാര്യ വീട്ടിൽ കയറി താമസിക്കുന്നത് അന്തസ്സുള്ള കാര്യമൊന്നുമല്ല. അപ്പോ ഈ പറഞ്ഞ അന്തസ്സ് നിനക്കില്ലേ? ഒരു ദിവസമല്ല, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടില് നീ എത്ര ദിവസം നിന്നിട്ടുണ്ട്? ഒന്ന് പറഞ്ഞു തന്നെ എന്റെ മോള്. അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ ഒന്ന് താമസിക്കുന്നേ. ഞാൻ പറഞ്ഞ അന്തസ് ഇല്ലാതാവോ? കെട്ടിച്ചു വിട്ടവള് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നതേ നാട്ടു നടപ്പാ. അത് നിന്റെ കാര്യത്തിൽ നടക്കാത്തത് നീയും നിന്റെ ഭർത്താവും സൽഗുണസമ്പന്നരായതുകൊണ്ടല്ല. നിന്റെ കെട്ടിയവന് നീ പറഞ്ഞത് ഇല്ലാത്തതുകൊണ്ടാ അന്തസ്. ഓ, അത് ശരി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ താമസിക്കുന്നതിലാണ് അച്ഛന് വിഷമം. ഓ, ഒരു വിഷമവും ഇല്ലടി. പക്ഷേ സ്വന്തം കാര്യത്തിൽ കാണിക്കാത്ത പ്രവൃത്തി മറ്റുള്ളവരുടെ കാര്യത്തിൽ വേണമെന്ന് പറയുന്നത് ശരിയല്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായി. ഞാനും ബൈജു ഏട്ടനെ ഇവിടുന്ന് ഇറങ്ങണം. അച്ഛന്റെ പുന്നാര മരുമോള് ഉപദേശിച്ചു തന്നതാവും അല്ലേ? ഓ, വളരെ ശരിയാ. ഇത്ര കൃത്യമായിട്ട് നീ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. വെരി ഗുഡ്. ശരി, ഞങ്ങൾ ഇറങ്ങി തന്നേക്കാം. അതുപോലെ മോളെ, ഈ രാത്രി തന്നെ പോവണ്ട. നേരെ ഒന്ന് വെളുത്തോട്ടെ. ആ രാധികെ, ഭക്ഷണം എടുത്തു വെച്ച നീ. വാ സുജിത, ബൈജുവിനെ വിളിക്ക്. എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇനി ഒന്നും വേണ്ട. ആ, എന്നാ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചേക്ക് രാധികെ. രാത്രി ആവുമ്പോ ഭാര്യയും ഭർത്താവും ആരും കാണാതെ വന്ന് കുടിച്ചോളും. കളിയാക്കണ്ട. എന്നോടിപ്പം ഇവിടെ ആർക്കും ഒരു സ്നേഹവും ഇല്ലാതായി. ചത്തു കളഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സമാധാനമാവുമല്ലോ. എന്തിനാ അവൾ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താ അത് അനുഭവിക്കേണ്ടത് നമ്മളാ. ആശുപത്രിയിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിച്ച് കോവി വിളിച്ച് കരയുന്നവളാ അവിവേകം കാണിക്കാൻ പോകുന്നത്. വിശക്കുമ്പോ വന്ന് എടുത്ത് കഴിച്ചോളും. നീ വാ.
നമ്മൾ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് ഇനി അവർ വന്നില്ലെങ്കിലോടാ? വരാതിരിക്കില്ല. പഴയതൊന്നും മറക്കുന്നവളല്ല സത്യ. മറക്കുന്നതുകൊണ്ടല്ല, സത്യക്ക് ഇവിടെ വരെ വരാൻ സമയമുണ്ടാവുമെന്ന എന്റെ സംശയം. സത്യ സാറും എന്താണ് നത്തോലി? വാ സത്യ, ഞങ്ങൾ സത്യ കാത്തിരിക്കുകയായിരുന്നു. ആണോ? ഇവിടം വരെ വന്ന സ്ഥിതിക്ക് സത്യ വർക്ക്ഷോപ്പിൽ കയറാതെ പോയില്ലെന്ന് നമുക്കറിയാം. കല്യാണം കഴിഞ്ഞ് സത്യം സാറ് ആദ്യമായിട്ട് വരുന്നതല്ലേ? സാറെന്താ ഇറങ്ങാത്തത്? ഇറങ്ങും സാറേ. വേഗം പോണം. ഉടനെ തന്നെ തിരിച്ചു പോവാണോ? ആ, പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. എന്തായാലും ഇറങ്ങും സാറേ. വരൂ സാർ. അടയ്ക്കറു, സത്യക്ക് സാറിന് ചായ കൊടുക്ക്. ഇരിക്കു സാർ. സത്യ ഇത് കണാരട്ടന്റെ കടയിൽ നിന്നാണോ? ഇതാ സാർ. അതെ. സൂപ്പർ ആയിട്ടുണ്ട്. കഴിക്കു സുധി. ഞാനിപ്പോൾ കഴിച്ചതല്ലേ ഉള്ളൂ. സുധി ഇരിക്കും. അതെ, ആ പെട്ടി ഓർമ്മയുണ്ടോ? എന്താ? ഓർക്കാൻ വഴിയില്ല. ഒരു മഴക്കാലം റോഡിലെ ചെളിയിൽ നിന്നും മനഃപൂർവ്വം ഞാൻ തെറിപ്പിച്ച ചെളിയിൽ നിന്ന് വിക്രമിന്റെയും ക്ലീറ്റസിന്റെയും വെള്ള വസ്ത്രങ്ങൾ മുഷിഞ്ഞു. അപ്പൊ നീയല്ലേ വലിയ വർത്താനം പറഞ്ഞത്? അച്ഛന്റെ ഷർട്ടായിരുന്നു അന്ന് ഞാൻ വിക്രമന് എടുത്ത് തന്നത്. ചേച്ചി ഇഷ്ടപ്പെട്ട ആളല്ല, ചേച്ചി ഇഷ്ടപ്പെട്ട ആളാണ് സുധി. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളണമെന്നും കുടുംബത്തിന് പേരുദോഷം വരുത്തരുതെന്നും പറഞ്ഞിട്ടില്ലേ അച്ഛൻ എന്നോട്? ചേച്ചിക്ക് വേണ്ടി സുധിയെ മറക്കാൻ എനിക്ക് എളുപ്പമാണ്. അതിന് ഞാൻ തയ്യാറുമായിരുന്നു. ഇപ്പോ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ കൂടി വേണ്ടിയാ സുധിയുടെ മുമ്പിൽ താലി കെട്ടാൻ അച്ഛന്റെ സത്യ തല കുനിച്ചത്. ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് ഇപ്പോഴും ആലോചിച്ച് തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്നാലും ഞാനും വിക്രമനും തമ്മിലുള്ള ബന്ധം അച്ഛന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സാറ് പോയി സത്യയുടെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക.
അച്ഛന്റെ അനുഗ്രഹം അതെന്നേ തന്നു കഴിഞ്ഞു. സാറേ, എന്താ? സാറ് ഇഷ്ടപ്പെട്ട ആളെയല്ല സാറ് കല്യാണം കഴിച്ചതെന്നറിയാം. അതുകൊണ്ട് പറയുക, ഞങ്ങളുടെ സത്യം വിഷമിപ്പിക്കരുത്. സത്യ പാവമാണ് സാറേ. അതെ, സത്യ സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്താണ് ഇത് കൊച്ചു പിള്ളേരെ പോലെ? വാ, നമുക്ക് പോവാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഉം. ആ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി സത്യ. ഓക്കെ, ബൈ ബൈ. ശരി എന്നാ. ഉം. നമ്മൾ പറഞ്ഞ കാര്യത്തിന് വിക്രമൻ ഒരു മറുപടിയും തന്നില്ലല്ലോ. വിക്രമന് സത്യയെ വിഷമിപ്പിക്കാൻ കഴിയില്ല. അതിന് നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അതെനിക്ക് ഉറപ്പാണ്. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഒരു ജ്യൂസ് കുടിക്കാൻ. എനിക്കൊന്നും വേണ്ട വിക്രമ. ശരി. എന്നെ ധിക്കരിച്ചുകൊണ്ട് അവൻ അവിടെ സൽക്കാരം ഉണ്ട് കഴിയണ്ട. അവൻ അവന്റെ ഭാര്യ വീട്ടിൽ കഴിയുന്നതിന് നിനക്കെന്താ സുജി? AC ഇല്ലാതെ എങ്ങനെ സുധി അവിടെ കഴിയും? എല്ലാം സഹിക്കാൻ തയ്യാറായിട്ടല്ലേ സുധി സത്യയുടെ വീട്ടിലേക്ക് പോയത്? അല്ല, എന്നോടുള്ള വാശിക്കാ അവൻ അവിടെ അന്തി ഉറങ്ങാൻ പോയിരിക്കുന്നത്. അവിടെ AC ഇൻവേർട്ടറിന്റെ ആവശ്യമൊന്നും ഇല്ലാത്രേ. എന്നുവെച്ചാ? കോളനിയിൽ ആ ഒടിഞ്ഞു തൂങ്ങിയ വീട് സുധിക്ക് സ്വർഗമാണെന്ന്. ആ, അങ്ങനെയാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നമുക്കൊരു കട്ടുറുമ്പിനെ അയക്കണം. എന്റെ മനസ്സിലൊരു കട്ടുറുമ്പുണ്ട്. ഞാൻ അതിനെ അങ്ങ് അയക്കട്ടെ. നീ കാര്യം പറയ. ബൈജുവേട്ടന്റെ ഉപയോഗിക്കാത്തൊരു ഫോണും സിം കാർഡും ഉണ്ടല്ലോ, അതെനിക്ക് വേണം. എന്തിന്? അതൊക്കെ ഉണ്ട് ബൈജുവേട്ടാ. ആ സിമ്മിങ് എടുത്ത് തന്നേ. ഹലോ, സുധി എവിടെ? അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇവിടെയുണ്ട്. സുജിതേച്ചിയാണോ വിളിക്കുന്നത്? നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങൾ വർക്ക്ഷോപ്പ് വരെ വന്നതാ. കുറച്ച് കഴിയുമ്പോ തിരിച്ചു പോവും. അതൊന്നും നടക്കില്ല. അതെന്താ? എനിക്ക് എന്റെ വീട്ടിലോട്ട് ഒന്നുകൂടെ പോണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചേച്ചി എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? നീ എന്ത് വേണമെങ്കിലും ആയിക്കോ. സുധിയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും. അവിടെ എന്താ ഇപ്പൊ എത്ര അത്യാവശ്യം? സുധിയോട് അമ്മയെ ജീവനോടെ കാണണമെങ്കിൽ വേഗം ഇങ്ങോട്ട് വരാൻ പറയും. എന്താ ചേച്ചി? അമ്മയ്ക്ക് തീരെ സുഖമില്ല. അയ്യോ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? നീ സുധിയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയടി. ഹലോ ഹലോ, എന്താ? സുജിതേച്ചി എപ്പോ വിളിച്ചേ?
ആ എന്താ അത്ര അത്യാവശ്യം? നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. എന്താ കാര്യം പറ. അമ്മയ്ക്ക് എന്താ സുഖമില്ല എന്ന് പറഞ്ഞാ വിളിച്ചേ. അമ്മയ്ക്ക് എന്താ സുഖം? എന്താന്ന് അറിയില്ല. പറഞ്ഞു തീരും മുൻപ് ഫോൺ കട്ടായി. ഒന്ന് വേഗം പോ വിക്രമ. ഇനിയിപ്പൊ വാലിന് തീ പിടിച്ചതുപോലെ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഓടി വരുന്ന കാഴ്ച കാണാം. ഓ നിന്നെ സമ്മതിച്ചു. എവിടുന്ന് കിട്ടി ഈ ഐഡിയ? ഇതൊക്കെ ചെറുതല്ലേ ബൈജേട്ടാ. അമ്മ അത്യാസന്ന നിലയിലാണെന്ന് കരുതി സുധി ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഓടി വരും. അമ്മയ്ക്ക് അസുഖമൊന്നും ഇല്ലെന്ന് അറിയുമ്പോ സുധി നിന്നെപ്പറ്റി എന്ത് വിചാരിക്കും? കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് വരണമെന്നില്ല. നമ്മളല്ല, ഞാൻ. സുജിത ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുജിത വിചാരിച്ച വഴിക്ക് തന്നെ വരും, ഇല്ലെങ്കിൽ വരുത്തും. സത്യക്ക് എന്തായാലും ഇത് നല്ലൊരു അടിയായിരിക്കും. അടിയാവണം. പുതുമണവാളന് വിരുന്നൊരുക്കാൻ വിറ്റുപെറുക്കി വാങ്ങിയതെല്ലാം ഇന്നവിടെ വേസ്റ്റ് ആവും. പട്ടിണിപ്പാവങ്ങള് കടം വാങ്ങി ഉണ്ടാക്കിയതെല്ലാം കുഴി കുത്തി മൂടേണ്ടി വരും. കുഴിച്ചു മൂടട്ടെ. സത്യയുടെ അഹങ്കാരത്തിന് മുകളിൽ സുജിത അടിക്കുന്ന ആദ്യത്തെ ആണിയായിരിക്കും ഇത്. എന്തേ ഓടിപ്പടച്ച് വന്നതെന്ന് നിന്റെ അച്ഛൻ അവരോട് ചോദിക്കില്ലേ? ചോദിക്കും, ചോദിക്കണമല്ലോ. അമ്മയ്ക്ക് സുഖമില്ലെന്ന് നീ വിളിച്ചു പറഞ്ഞതുകൊണ്ടാ അവൻ വന്നതെന്ന് പറയില്ലേ? പറയും. അതോടെ എല്ലാ കളിയും പൊളിയില്ലേ സുജിതേ? പൊളിയില്ല. പിന്നെ അവര് വരട്ടെ. കാണാൻ പോകുന്ന പൂരമല്ലേ, കണ്ട് തന്നെ അറിയണം. ആ എന്താടാ? എന്താ സുധി, നിങ്ങളെന്താ ഇങ്ങനെ ഓടിക്കേറി വരുന്നത്? അത് അച്ഛാ, നിങ്ങൾക്ക് വൈകിട്ട് വന്നാ പോരായിരുന്നോ? എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ ഇവിടെ സുഖമില്ലാതെ കിടക്കുമ്പോ ഞങ്ങൾ എങ്ങനെ? അമ്മയ്ക്ക് സുഖമില്ലെന്നോ? അമ്മ എവിടെ? എനിക്കിപ്പോ അമ്മയെ കാണണം. അമ്മ ഷോപ്പിങ്ങിനെ മറ്റേ പോയിരിക്കുക. ഷോപ്പിങ്ങിനോ? സുഖമില്ലാതെയോ? നിന്നോട് ആരാ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞത്? ഇവള് സുജിതേച്ചി വിളിച്ചു പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ലെന്നും വേഗം വരണമെന്നും. ഞാനോ? നീ എന്താടി ഈ പറയുന്നേ? ചേച്ചിയല്ലേ എന്നെ വിളിച്ച് അമ്മയ്ക്ക് സുഖമില്ല, സുധിയോട് വേഗം വരാൻ പറയണോന്ന് പറഞ്ഞത്? മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? കള്ളം പറയുന്നത് ഞാനല്ല, നിങ്ങളാ. നിനക്ക് നിന്റെ കുടിലില് സുധിയെ താമസിപ്പിക്കാൻ അസൗകര്യം ഉണ്ടാവും. അതിന് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് നുണ പറഞ്ഞ് തിരിച്ചു പോരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെ വിളിച്ചപ്പോ ആ നമ്പർ സ്വിച്ച് ഓഫ്. അയ്യോ, എന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് ഞാൻ കള്ളം പറയോ? അമ്മ നല്ല ആരോഗ്യത്തോടെ പുറത്തു പോകുന്നത് ഞാൻ കണ്ടതല്ലേ. പിന്നെന്തിനാ അമ്മയ്ക്ക് സുഖമില്ലാന്ന് നിങ്ങളെ വിളിച്ച് ഞാൻ പറയുന്നേ? പിന്നെ ഞാൻ എന്തിനാ ഇല്ലാത്തത് പറയുന്നേ? നീ ഇല്ലാത്തതേ പറയൂ. നിർത്ത്. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാണല്ലോ ഇവര്. എല്ലാം എനിക്ക് മനസ്സിലാവും. നീ വിഷമിക്കണ്ട. അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പൊ കൂടി ഞാൻ ഫോൺ ചെയ്തതേ ഉള്ളൂ. കുഴപ്പം എനിക്കാണല്ലോ. അച്ഛന്റെ മോളായിട്ട് പിറന്നു പോയില്ലേ? അതേടി, അതിലാ എനിക്കും അത്ഭുതം. എന്തിനും മരുമകളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെയാ ഇവൾക്ക് ഇത്ര അഹങ്കാരം.